ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഈയൊരു യാത്ര കൊട്ടിയൂരിലേക്കാണ്. ഈ വർഷം കൊട്ടിയൂരിൽ വലിയ തിരക്കായതുകൊണ്ട് തന്നെ ഉത്സവം കഴിയാറാകുമ്പോഴാണ് ഞാനും ജിത്തുവും പുറപ്പെട്ടത്. വടകരയിൽ നിന്ന് നേരെ തലശ്ശേരി എത്തി. ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്രയായതുകൊണ്ട് തന്നെ കുറച്ച് കാത്തിരിപ്പിന് ശേഷം കൊട്ടിയൂരേക്കൊരു ആനവണ്ടി കിട്ടി. ആനവണ്ടിയിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കൊട്ടിയൂരിലേക്ക് എത്തി. വലിയ തിരക്കൊന്നും കൊട്ടിയൂരിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ പെരുമാളിൻ്റെ അടുത്തേക്ക്. ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ആ അസുലഭ ഭൂമിയിൽ കുറേ ഇരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, മലയാളികളെക്കാൾ കൂടുതലായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നുള്ള നല്ല ഭക്തജനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. പ്രസാദമൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് തിരിച്ചു. ജിത്തുവിൻ്റെ ഫോട്ടോഗ്രാഫി സ്കില്ലറിഞ്ഞ് കർണാടകയിൽ നിന്ന് പോലും ഫോട്ടോ എടുക്കാൻ ആൾക്കാർ എത്തിയിരുന്നു. കുത്തിയൊലിക്കുന്ന ബാവലിയാറിൻ്റെ തീരത്തിലൂടെ ഞങ്ങൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് നടന്നു. കല്ലുകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ കണ്ടു നേരെ ഇക്കരെ കൊട്ടിയൂരിലേക്ക് എത്തി. നേരത്തെ പറഞ്ഞതുപോലെ ഇക്കരെ കൊട്ടിയൂരിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്കരെ കൊട്ടിയിലെ ദർശനത്തിന് ശേഷം ഓടപ്പൂവും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി നേരെ സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു. സ്റ്റാൻഡിലെത്തിയപ്പോഴേക്കും തലശ്ശേരിക്ക് ഒരു ബസ്സും കാണുന്നില്ല. ഒരു ചായയൊക്കെ കുടിച്ചു അങ്ങനെ ഇരുന്നു. നാട്ടിലേക്ക് ഇനി ഇരിട്ടി വഴിയേ പോകാനാകൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോഴേക്കും അവസാന പ്രൈവറ്റ് ബസ്സും പോയിരുന്നു. പിന്നീട് ആരോ പറഞ്ഞു ഒരു KSRTC വരാനുണ്ട് ഇരിട്ടി വഴി പോകുന്നത്. ആ ആനവണ്ടിയിൽ കയറി ഇരിട്ടിയിലെത്തി. അവിടെ നിന്ന് തലശ്ശേരിയിൽ നിന്ന് ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടി വന്നു നേരെ നാട്ടിലേക്ക് തിരിച്ചു.